ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മിക്കുൻ്റെയും ജൂലിയുടെയും പുതിയ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ? രാവിലെ ചേട്ടായി പോയി കഴിഞ്ഞാട്ടോ ഇവർക്ക് ചോറ് കൊടുക്കുന്നത്. രാവിലത്തെ ഫുഡ് ഏകദേശം 9-9:15 ആവും കേട്ടോ ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ. ഇന്ന് ചോറാണ്. ചോറും പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചോറും ആട്ടോ ഇന്ന് കൊടുക്കുന്നത്. ഞാൻ മിക്കുന് ചോറ് കൊടുത്തു കഴിഞ്ഞ് ജൂലിയുടെ അടുത്തേക്ക് പോവും. ജൂലിക്ക് ചോറ് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ മിക്കു ചോറ് മൊത്തം കൊണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. മിക്കു കുഞ്ഞായതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്പീഡിൽ കഴിക്കും. ജൂലി പതുക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇത് മിക്കുവിൻ്റെ പുതിയ പട്ടിക്കൂട് ഉണ്ടാക്കുന്നതാണ്, ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഇത്രേ പണിത് വെച്ചിട്ടുള്ളൂ. ചേട്ടായി സമയം കിട്ടുമ്പോഴാട്ടോ ഇത് ചെയ്യുന്നത്, ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കണമായിരുന്നു, വെള്ളം ഒഴിക്കുവാണേ. മിക്കുവിൻ്റെ ഇപ്പോഴത്തെ കൂട് അവൾക്ക് പാകമല്ല കേട്ടോ. അവൾക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ താഴത്തെ കമ്പി ഇങ്ങനെ താഴേക്ക് പോവുകയാണേ. അതുകൊണ്ട് പിന്നെ അവൾക്ക് ഒത്തിരി സൗകര്യം ഇല്ലല്ലോ അതിനകത്ത്. അതുകൊണ്ടാട്ടോ നമ്മൾ വേറെ കൂട് പണിയുന്നത്. പിന്നെ ജൂലിയുടെ കൂടൊക്കെ പണിതതും ചേട്ടായിയുടെ കസിനാട്ടോ അജു. ചേട്ടായിയും അജുവും കൂടെ ആട്ടോ ജൂലിയുടെ കൂട് പണിതതും പിന്നെ നമ്മുടെ ആട്ടുംകൂട് പണിതതും കോഴിക്കൂട് പണിതതും അങ്ങനെ എല്ലാ പണിയും ഇവിടെ ചെയ്യുന്നത് ചേട്ടായിയും അജുവും കൂടെ ആണ് കേട്ടോ. പിന്നെ ചേട്ടായി ഇപ്പം നമുക്ക് ചുറ്റുമതിലില്ല, അപ്പം മതിൽ പണിയുന്നത് വരെയും നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ ഓടി കളിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ അതിനുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെറ്റൊക്കെ അടിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് ചേട്ടായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതുവഴിയൊക്കെ മുറ്റത്തൂടെയൊക്കെ ഓടി നടക്കാമല്ലോ. അല്ലെങ്കിൽ അവർ ഒത്തിരി പറമ്പിൽ കൂടെയും അതുവഴി ഇതുവഴി എല്ലാം പോകും കേട്ടോ. പിന്നെ കിട്ടാൻ പാടാ. തിരിച്ച് വരുന്നതൊക്കെ അവർക്ക് തോന്നിയാലേ തിരിച്ച് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നെറ്റ് സംവിധാനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അഴിച്ചു വിടുന്നത്. മിക്കുൻ്റെ കൂടിന് നമ്മൾ ടൈൽസ് ആട്ടോ ഇടുന്നത് തറയിൽ. അപ്പോൾ അജുവിൻ്റെ വീട്ടിൽ കുറച്ച് പഴയ ടൈൽസ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും ഇടണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കൂട് നമ്മൾ സെറ്റാക്കും കേട്ടോ. ടൈൽസൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എടുക്കണം. ഇപ്പം ഞാൻ കഴുകുന്നില്ല, കുറച്ച് കഴിഞ്ഞ് കഴുകുന്നുള്ളൂ കേട്ടോ. നമ്മളും ജൂലിനെ വല്ലപ്പോഴൊക്കെയുള്ള അഴിച്ചു വിടാറുള്ളൂ. കാരണം ഇവൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവളുടെ കൂട്ടിന് തന്നെ ഇറങ്ങിപ്പോയി കോഴീനെയൊക്കെ പിടിക്കുമായിരുന്നു കേട്ടോ, വേറെ ആൾക്കാരുടെ. അങ്ങനെ ഓരോരോ കുരുത്തക്കേടൊക്കെ കാണിക്കുമായിരുന്നു. അപ്പം അവരൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടാട്ടോ നമ്മളിപ്പം ജൂലിനെ കൂട്ടിലിടുന്നത്. അല്ലെങ്കിൽ അവൾ മിക്കപ്പോഴും വെളിയിൽ കൂടെ കറങ്ങിയൊക്കെ നടക്കുമായിരുന്നു. നമ്മളങ്ങനെ പൂട്ടിയിടത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പിന്നെ അതിൻ്റെ കൊളുത്തിട്ട് വെക്കുന്നത്. നമുക്ക് സങ്കടമാണ്, അവളങ്ങനെ കൂട്ടി തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഉടനെ ചേട്ടായി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ മിക്കു കൂട്ടിക്കിടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അവനായിട്ട് ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി. അപ്പോഴേക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബെൽറ്റ് ഊരിപ്പോന്നു കേട്ടോ. അപ്പോൾ അവൻ കിട്ടിയ തക്കം നോക്കി ആ ബെൽറ്റും എടുത്തുകൊണ്ട് ഓടുവാണേ. പുള്ളിക്ക് ഞാൻ ബെൽറ്റെ പിടിച്ച് നടത്തിപ്പിക്കുന്ന ഇഷ്ടമില്ല. പുള്ളിയുടെ ബെൽറ്റ് പുള്ളി തന്നെ പിടിച്ചുകൊണ്ട് നടക്കണം, അതാട്ടോ മിക്കുവിൻ്റെ റൂള്. എന്നിട്ട് ഈ ലോകം മൊത്തം പോകും കേട്ടോ. പിന്നെ പയ്യെ തിരിച്ച് വരത്തുള്ളൂ. പിന്നെ ഓടി ഓടി നടന്ന് ദാഹിച്ച് കഴിയുമ്പോൾ പയ്യെ തിരിച്ച് വരും കേട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേട്ടോ ഞാനിവനെ പിടിക്കുന്നത്. ഇപ്പം ഓടിപ്പോകുന്ന കണ്ടില്ലേ, ആ ബെൽറ്റും എടുത്തുകൊണ്ട്. ബെൽറ്റും ആയിട്ടോ ഓടുന്നു ചെറുക്കൻ. അവൻ ഓടി ഓടി മേളത്തെ പറമ്പിൽ കയറിയേ അവിടെ കിടന്ന് ഏതാണ്ടൊക്കെ എടുക്കുകയൊക്കെ. ഞാൻ ചെന്ന് വിളിച്ചിട്ട് അവൻ അവിടെ നിന്നും പാഞ്ഞോടി രണ്ടാമത്തെ തട്ടേ കയറിയേ. അതുവഴി എല്ലാം നടക്കുക കേട്ടോ, കാണുന്നില്ലേ? അതുവഴി എല്ലാം പോയിട്ട് പിന്നെ ഒത്തിരി നേരം വിളിച്ച് കഴിയുമ്പോൾ തിരിച്ച് പതുക്കെ വരും. എന്നിട്ട് എന്നെ കണ്ണു കണ്ടിച്ച് വീണ്ടും ഇവിടുന്ന് ഓടി മേളത്തെ പറമ്പിലേക്ക് എല്ലാം പോവും കേട്ടോ. മിക്കവനിങ്ങനെ പറമ്പിൽ കൂടെ എല്ലാം ഓടി നടക്കാനാട്ടോ ഇഷ്ടം. അവനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം. പിന്നെ നമ്മളും അവർക്ക് എന്നാൽ ഇച്ചിരി എക്സസൈസൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഭയങ്കര പാടാട്ടോ. ഇവൻ്റെ ദേഹത്തുള്ളതെല്ലാം ചീകി കളയണം, ഒത്തിരി ചെളി പറ്റിക്കും. പിന്നെ ദേഹത്തെല്ലാം ഒരു സൈസ് പുല്ലിൻ്റെ ആ സീഡ്സൊക്കെ ആക്കും, അതെല്ലാം ചീകി കളയണം കേട്ടോ. അതൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അവൻ ഓടി വന്ന് ജൂലിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ജൂലിയുടെ അടുത്ത് വന്നിട്ട് ജൂലിയോട് എന്തോ പറഞ്ഞ്. ഇവൻ മിക്കു അഴിഞ്ഞ് പറമ്പിൽ കൂടെ എല്ലാം ഓടി പോകുമ്പം ജൂലിക്ക് ഭയങ്കര ടെൻഷനും വെപ്രാളവും ഒക്കെ ആട്ടോ, ഭയങ്കര പേടിയൊക്കെയാണേ. മിക്കു കുഞ്ഞായതുകൊണ്ട് അവനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ആട്ടോ ജൂലിക്ക് പേടി. മിക്കു ജൂലിയോട് എന്തോ സ്വകാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി താഴത്തെ വീടിൻ്റെ അങ്ങോട്ട് പോയി കേട്ടോ.
അവിടെ ചെന്നിട്ട് ഒത്തിരി നേരം എന്നെ അതുവഴി എല്ലാം നടത്തിച്ച് അവസാനം ഞാൻ കയറി ഇങ്ങ് പോന്നു. പിന്നെ പുള്ളിയും പതുക്കെ ഇങ്ങ് പോരുക കേട്ടോ. നമ്മൾ പുറകെ ചെല്ലുന്തോറും ഇവൻ മുമ്പോട്ട് ഓടിപ്പോകും. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ പതുക്കെ കയറി വരും കേട്ടോ. ഇതിപ്പം എൻ്റെ പുറകിൽ കൂടെ ഓടി വന്ന് വീട്ടിലേക്ക് ഓടി പോയിട്ടുണ്ട്. ഇപ്പം ഇനി അത് പോകുന്നത് ദാഹിക്കുന്നുണ്ട് കേട്ടോ അവന്. പിന്നെ പുള്ളി തന്നെ കൂട്ടി കയറി. ഞാൻ കൂട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കയറി പിന്നെ വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പം അവൻ ദേഹം മൊത്തം ചെളിയാക്കിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവൻ്റെ ദേഹത്തേക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തു. അവന് ഭയങ്കര ചൂടും കാണുമായിരിക്കും, അതുവഴി ഓടി തളർന്നില്ലേ, ക്ഷീണിച്ച് പോയി പുള്ളി. അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ വെള്ളം ഒഴിപ്പിച്ചു കുളിപ്പിച്ചു കേട്ടോ. വെള്ളം ഒഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട്. കുറേ വെള്ളം അവൻ കുടിക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കുറേ കുടിക്കുവേ. പാവം മിക്കൂസ്. ഇവനോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇനിയിപ്പോൾ ഇവനെ ഉണക്കിയെടുത്തിട്ട് വേണം കേട്ടോ അവൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. മിക്കൂസിൻ്റെ ദേഹമൊക്കെ ഒന്ന് തണുത്തോട്ടെ എന്ന് കരുതി കേട്ടോ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അവനത് കുഴപ്പമൊന്നുമില്ല, അവന് ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കൂട്. ഇതിവന് ചേട്ടായി മേടിച്ച് കൊടുത്തതായിരുന്നേ. പക്ഷേ ഇവന് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ താഴ്ന്നു പോകുന്നത്. മിക്കുവിനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴാട്ടോ ഇവൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകുന്നത്. അവൻ ഉറങ്ങുമായിരുന്നേ. പിന്നെ മുടിയൊക്കെ ഒരു വിധത്തിൽ ചീകി ദേഹം മൊത്തം ആ സീഡ്സ് ഇരിക്കുക കേട്ടോ. അത് ഭയങ്കര പാടാണത് കളയാൻ വേണ്ടിയിട്ട്. അവനാണ് അടങ്ങി നിൽക്കത്തുമില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ആ സീഡ്സൊക്കെ ചീകി കളഞ്ഞു. ചേട്ടാ ഇന്ന് നേരത്തെ വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചേട്ടായിനെ കൊണ്ടാട്ടോ ഈ വീഡിയോ എടുപ്പിച്ചത്. ചീകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച വേഗ സ്റ്റാറിൻ്റെ ഒരു പെർഫ്യൂം ആട്ടോ ഇതവൻ്റെ ബോഡിയിലേക്ക് അടിച്ചു കൊടുക്കുക. നേരത്തെ സ്പ്രേ എടുക്കുകയെന്ന് പറഞ്ഞ് മിക്കുവിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാനിവനെ പറഞ്ഞാൽ അനുസരിപ്പിക്കുന്നത് സ്പ്രേ എടുക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ അവന് സ്പ്രേ എടുത്താൽ ഒരു പേടിയുമില്ല കേട്ടോ. അവൻ മണത്ത് നോക്കിയിട്ട് മതി അവൻ്റെ ദേഹത്ത് അടിക്കാനെന്നുള്ള ഭാവത്തിലാട്ടോ അവൻ നിൽക്കുന്നത്. നേരത്തെ ഞാൻ സ്പ്രേക്ക് വരെ ഞാൻ പ്രേ എന്നാട്ടോ ഇവനോട് പറയുന്നത്. സ്പ്രേ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അടങ്ങിയിരിക്കും കേട്ടോ. അതുവരെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. സ്പ്രേ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പോയി എവിടെയെങ്കിലും പോയി ചുരുണ്ട് കൂടിയിരിക്കുമായിരുന്നു കേട്ടോ. ആ മിക്കുവാണിപ്പോൾ സ്പ്രേ മണത്തൊക്കെ നോക്കുന്നതും ഒക്കെ. അവന് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ അവൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി കൊടുത്തു. ഒന്നും കൂടെ എന്നെ താഴെ ഇറക്കി വിട്ടാൽ ഞാൻ ഒന്നും കൂടെ പോയി ലോകം ചുറ്റി നടന്നിട്ട് വരാം എന്നാട്ടോ അവൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഒന്ന് ചിരിക്കാൻ പറഞ്ഞു അവനോട്. പക്ഷേ പുള്ളി വലിയ ഗൗരവത്തിലൊക്കെ നിൽക്കുക കേട്ടോ, എന്നെ താഴേക്ക് ഇറക്കി വിടടി എന്നുള്ള രീതിയിൽ. ചേട്ടാ ഇന്ന് വർക്ക് കഴിഞ്ഞ് വന്നപ്പം ജൂലിക്കും മിക്കുവിനും കൂടെ ലൂസായിട്ടുള്ള പെഡിഗ്രി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോവാണ്. കുതിർത്ത് വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കും. വെള്ളത്തിലും പാലിലും ഒക്കെ നമുക്ക് പെഡിഗ്രി കുതിർത്ത് വെച്ച് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ വെള്ളത്തിലാട്ടോ കൊടുക്കുന്നത്. നേരത്തെ പാലൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം രോമം പൊഴിയുമെന്നൊക്കെ എന്നോട് കുറച്ച് പേര് പറഞ്ഞു. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് പെഡിഗ്രി കൊടുക്കുന്നത്. അപ്പോൾ പെഡിഗ്രിയും കഴിച്ചോളും, വെള്ളം മുഴുവനും കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ ഇവർക്ക് പെഡിഗ്രി കുതിർത്ത് വെക്കുന്നത്. ഇതിലാട്ടോ ഇവർക്ക് ചോറെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം കേട്ടോ ഇത്. ഇവരുടെ തന്നെ പാത്രമാണ്, അതിനകത്താണ് ഞാൻ പെഡിഗ്രി ഇട്ട് കുതിർത്ത് വെക്കുന്നത്. മിക്കുവിനും ജൂലിക്കും പെഡിഗ്രി ഭയങ്കര ഇഷ്ടമാണ്, അവർ മുഴുവനും കഴിക്കും. ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ പെഡിഗ്രി തീർന്നെന്ന്. എന്നാലും ചേട്ടാ കടയുടെ വാതിൽക്കൽ കൂടെ പോയപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇവർക്ക്. ഏതായാലും പെഡിഗ്രി കുതിർന്നപ്പോൾ അതിനകത്ത് വെള്ളം മുഴുവൻ തീർന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇവർക്ക് കൊടുക്കുവാണ്, എങ്കിലുള്ള ഒരു വെള്ളവും കുടിക്കത്തുള്ളൂ. ആദ്യമേ ഞാൻ മിക്കുവിന് കൊടുത്തു കേട്ടോ. മിക്കു കിടന്ന് ബഹളം വെക്കുവേ. അതുകൊണ്ട് ഞാൻ മിക്കുവിന് ആദ്യം കൊടുത്തു. എന്നിട്ട് ഞാൻ ജൂലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ജൂലിക്ക് കൊടുത്തപ്പോൾ ജൂലിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെഡിഗ്രി. അത് അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവൻ കഴിച്ചോളൂ, ഇവർ രണ്ടുപേരും കഴിക്കും നന്നായിട്ട്. പിന്നെ ഞാൻ മിക്കുവിൻ്റെ അടുത്ത് വന്നു. മിക്കു നന്നായിട്ടത് തീർക്കാറായിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി മിക്കുവിൻ്റെയും ജൂലിയുടെയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.